ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് HEX എന്ന് പറയുന്ന കളർ കോഡ്. പ്രധാനപ്പെട്ട 3 എണ്ണമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇത് മോസ്റ്റ് പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത് വെബ്സൈറ്റിലാണ്. സംഭവം ഇത് ബ്രൗസർ ഫ്രണ്ട്ലിയാണ് ഈ കളർ. ഇന്ന് നമുക്കിതിൻ്റെ കളർ കോഡ് ഈസി ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് കോപ്പി ചെയ്തിട്ട് CSSും HTML നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിസൈനേഴ്സിന് നമുക്കിതിൻ്റെ കോഡ് ഈസി ആയിട്ട് നമുക്ക് ഫിഗ്മ എന്ന നമുക്ക് ഡെവലപ്പറിന് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എൻ്റെ കളർ കോഡ് എന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും എൻ്റെ കളർ കോഡ് ഇരിക്കുന്നത്. ഒരു ആഷ് കാണും, 2 ലെറ്റർ അല്ലെങ്കിൽ 3 ലെറ്റർ, കുറച്ച് നമ്പേഴ്സ്, ഇതായിരിക്കും. നമുക്കിതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് സുഖമായിട്ട് നമുക്ക് ഡെവലപ്പേഴ്സിന് കൈമാറാൻ പറ്റും. പിന്നെ ഇത് വെബ് ഡിസൈൻ നമ്മൾ ഉപയോഗിക്കും, പിന്നെ കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും, പിന്നെ ബ്രാൻഡിങ് കളേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഈ HEX കളർ പാലറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ RGB ആണ്. ഫോർ റെഡ്, G ഫോർ ഗ്രീൻ, B ഫോർ ബ്ലൂ. നമുക്ക് ട്രാൻസ്പെറൻസി ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു RGB മോഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. നമ്മൾ ആപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനും കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ കുറച്ച് ട്രാൻസ്പെറൻസി ഉള്ള ഡിസൈനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. iOSലും അതായത് വെബിന് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കില്ല, പക്ഷേ iOSലും ആൻഡ്രോയിഡിലും നമ്മൾ ഈ ഒരു കളർ പാറ്റേൺ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഡോസ്, പിന്നെ ഓവർലേ വരുന്ന സംഭവം, ക്ലാസ് മോർഫിസം, പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ചെയ്യണ കളർ, അതൊക്കെ നമ്മൾ RGB ആണ് കൂടുതൽ നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ HSL ആണ്. അതായത് ഹ്യൂ, സാച്ചുറേഷൻ. HSLന് ഇതുപോലെ നമുക്കൊരു 3 നമ്പറാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് ഹ്യൂ, സെക്കൻഡ് സാച്ചുറേഷൻ, തേർഡ് വന്നിട്ട് ലൈറ്റ്നെസ്സിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ്സും സാച്ചുറേഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ HSL എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഒരു ഡിസൈൻ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ടിൻസും ഷെയ്ഡ്സും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡിസൈൻ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്താണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് കളറിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കളറിന് ഇതിലേക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഇതിൽ പോകാൻ കഴിയത്തില്ല. കാര്യം ഒരു ഫിഗ്മയുടെ ഒരു കോഴ്സാണ്. അപ്പോൾ കളർ തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് കളർ നമുക്കിത് എങ്ങനെ പിക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഈ ഒരു കളർ നമുക്ക് ഈ ഒരു കളറിലേക്ക് നമുക്ക് പിക്ക് ചെയ്തിടണം. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഏതിനാണോ കളർ കൊടുക്കേണ്ടത്. ഇപ്പം ഈ റെഡ് കളർ നമുക്ക് ഗ്രേയിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് റെഡ് കളർ വരണം. അപ്പോൾ അതിന് ഫസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് ഈ ടൂളിൽ ഫില്ലിലേക്ക് പോവുക. അതിനുശേഷം ഈ സാമ്പിൾ കളർ ക്ലിക്ക് ചെയ്യുക. ശേഷം വന്നിട്ട് ഇവിടെ ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്ക് ഈ കളർ ഇവിടെ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഷോർട്ട് കട്ട് I ആണ്. ഈ റെക്റ്റാങ്കിൾ നമ്മൾ സെലക്ട് ചെയ്യുക, I ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ക്ലിക്ക് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് കളർ നമുക്ക് പിക്കായി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് കളർ സ്റ്റൈൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. കളർ സ്റ്റൈൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൈനിലെ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയാണ്. ക്ലയൻറ്റിന് വേണ്ടി ഒരു ആപ്പ് ഡിസൈൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്ലയൻറ്റ് പറയാണ് നമുക്കതിലെ ബട്ടൻ്റെ സൈസ് മാറ്റണം. അതിപ്പോൾ പെർപ്പിൾ ആണുള്ളത്, അത് ഫുള്ള് റെഡ് ആക്കണം. അപ്പോൾ ഏകദേശം 100 ചിലപ്പോൾ 120 സ്ക്രീൻസ് ഒക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിലും നമ്മൾ ഈ ഡിസൈൻ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. നമ്മൾക്കായിട്ട് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് നമ്മുടെ ഡെവലപ്പേഴ്സിനാണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു ആപ്പാണ്. ഇത് ഞാൻ ചെയ്ത ഡിസൈൻ അല്ല, അത് ഞാൻ ഫിഗ്മയുടെ കമ്മ്യൂണിറ്റിയിൽ എടുത്തതാണ്. അപ്പോൾ അതിൽ ഇത്രയും സ്ക്രീനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈമറി കളർ, അതായത് ബ്രാൻഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓറഞ്ചാണ്. അപ്പോൾ ക്ലയൻറ്റ് പറയുകയാണെങ്കിൽ ഈ ഓറഞ്ച് വേണ്ട, ഈ കളർ മാറ്റി റെഡായി മാറ്റണമെന്ന്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് സെലക്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് റെഡ് കൊടുത്തു. പിന്നെ ഇവിടെ വന്ന് റെഡ് കൊടുത്തു. പിന്നെ ഇതുപോലെ ഇവിടെ വന്ന് റെഡ് കൊടുത്തു. അത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമ്മളെ കാട്ടിക്കൊണ്ടൊരു സമയം ഡെവലപ്പേഴ്സിനും എടുക്കും. അപ്പം അതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഒരു എളുപ്പമൊരു വഴിയാണ് നമ്മൾ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഓറഞ്ച് കളറാണ് നമുക്ക് മാറ്റേണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റൈൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഈ കളർ ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് മാറ്റി കൊടുത്താൽ മാത്രം മതി. കളർ മാറുന്നുണ്ടല്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പം അത്രയ്ക്ക് എളുപ്പമാണ് നമ്മൾ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. 2 മെയിൻ ഫീച്ചേഴ്സ്, അതായത് നമ്മൾ ഈ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 ടോപ്പായിട്ടുള്ള മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റും, അത് നേരത്തെ പറഞ്ഞല്ലോ. 2 നമ്മുടെ വർക്ക് ഫ്ലോ ഭയങ്കര സ്പീഡായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ നമ്മൾ ഓരോന്നിട്ട് പറക്കി വെക്കേണ്ട, ഒറ്റ ക്ലിക്കിൽ ഫുൾ ഡിസൈനിൽ കളർ നമ്മൾ ചേഞ്ച് ആയി വരും. ഇനി നമുക്ക് കളർ സ്റ്റൈൽസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ ഇപ്പോൾ 3 കളറുണ്ട്. ഞാനിതിനെ വെറുതെ ബ്ലൂ ഒന്ന് വെറുതെ നെയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്ലൂ 1 എന്ന് കൊടുക്കാം, ഇതിനെ ബ്ലൂ 2 എന്ന് കൊടുക്കാം, ഇവിടെ ബ്ലൂ 3 എന്ന് കൊടുക്കാം. ഈ 3 കളറിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കണം.
അത് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു, ഈ പറഞ്ഞ ബ്ലൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഒരു കളർ സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ വന്ന ഈ പർപ്പിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. പർപ്പിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് കാണുന്ന ഈ കളർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്ലസ് ഇല്ലേ അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലെ കളറിൻ്റെ ഒരു പാലറ്റ് പോലെ മറ്റേ നേരത്തെ ചെയ്ത പോലെ ഒരു കളറിൻ്റെ വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ്സിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യണം. നമ്മളിവിടെ വേരിയബിളിൽ കൊടുക്കേണ്ടത് സ്റ്റൈലാണ് കൊടുക്കേണ്ടത്, സ്റ്റൈൽ. അവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ കളറിൻ്റെ പേര് കൊടുക്കണം. ഞാനിവിടെ ബ്ലൂ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കണം, ഇവിടെ കളർ സ്റ്റൈലിൽ ബ്ലൂ 1 എന്ന് പറഞ്ഞിട്ട് ഒരു കളർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കളർ മാറിയല്ലേ, കളർ മാറാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെ വേറെ കളർ അറിയാതെ പിക്ക് ചെയ്ത് പോയി, അതാണ് മാറിപ്പോയത്. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. സെക്കൻഡ് ഈ കളറിൻ്റെ സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് ചെയ്യേണ്ടത് ഈ കളറിൽ ക്ലിക്ക് ചെയ്തു, ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലും ക്ലിക്ക് ചെയ്യാം. രണ്ടിലും നമുക്ക് ഏതിലാണ് ക്ലിക്ക് ചെയ്യാം. നേരത്തെ പ്ലസ്സിലാണ് ക്ലിക്ക് ചെയ്തത്, ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കളർ സ്റ്റൈലിൽ ഇവിടെ ഇതുപോലത്തെ ഒരു ഇവിടെ പോലത്തെ ഒരു ബോക്സ് ഇവിടെ ഓപ്പൺ ആയി വരും. അതിനുശേഷം ഇവിടെ ഈ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നേരത്തെ വന്നതുപോലെ ഒന്ന് ഓപ്പൺ ആയി വരും. അവിടെ ഞാൻ വന്നിട്ട് ബ്ലൂ 2 എന്ന് കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ വെളിയിൽ ഈ ആർട്ട് ബോർഡിൻ്റെ വെളിയിലോ ആർട്ട് ബോർഡിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കളർ സ്റ്റൈലിൽ ഇവിടെ 2 ബ്ലൂ 1 ബ്ലൂ 2 എന്ന് കാണും. ഇനി നമുക്ക് ഇതും കൂടെ അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ബ്ലൂ 1 ബ്ലൂ 2 ബ്ലൂ 3 3 ഇവിടെ കളർ സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി ഈ കളർ സ്റ്റൈൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യും? അതൊന്നുമില്ല, നമ്മൾ വേറൊരു ഡിസൈൻ എടുത്തതുപോലെ നമ്മൾ വേറൊരു റെക്റ്റാങ്കിൾ എടുത്തതുപോലെ വരച്ചു. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ 3 കളർ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ് കാണിക്കും. ഇതിനാണ് ലൈബ്രറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കിവിടെ വന്നിട്ട് നമ്മളെ കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കളർ സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യണത്. ഇനി ഈ കളർ സ്റ്റൈൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കാണുന്ന കളർ ക്ലിക്ക് ചെയ്യുക, താഴത്തെ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം താഴത്തെ ഏറ്റവും ലാസ്റ്റത്തെ കളർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 3 കളറും സെലക്ട് ആയി. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ 3 കളറും ഇവിടെ ഡിലീറ്റ് ആയി പോയി. ഇനി അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് 3 നമ്മളിവിടെ ബ്ലൂ എന്നും പറഞ്ഞാലേ നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് ഈ ബ്ലൂ എന്ന് പറയുന്ന കളറിൻ്റെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അത് കളർ സ്റ്റൈലിൽ ബ്ലൂ എന്ന് പറയുന്ന കളറിൻ്റെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ 3 കളർ കൊടുക്കുക. അത് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും നോക്കാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കളർ ഞാൻ നേരത്തെ പോലെ സെലക്ട് ചെയ്തു, ഈ പ്ലസ് ക്ലിക്ക് ചെയ്തു, BLUE ബ്ലൂ / കൊടുത്തതിന് ശേഷം B1 എന്ന് കൊടുക്കുകയാണ്. സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫോൾഡറായിട്ട് മാറും. ബ്ലൂ എന്ന് പറയുന്നത് ഫോൾഡറാവും, ബ്ലൂവിൻ്റെ അകത്തായിരിക്കും B1 വരുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ബ്ലൂ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, അതിൻ്റെ അകത്ത് B1 ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ കളർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, പ്ലസ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ വന്നതിന് ശേഷം B/B2 ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുക. അതിനുശേഷം മൂന്നാമത് ഇത് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇനി ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ബ്ലൂ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് B1 B2 B3 അങ്ങനെ 3 കളറ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഗ്രീനിലും ചെയ്യേണ്ടത്. ഗ്രീൻ /G1 ഈ കളർ സെലക്ട് ചെയ്യുക. അടുത്ത ഗ്രീൻ /G2 അങ്ങനെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു ഹോംവർക്കാണ്. ഇത് രണ്ടും നിങ്ങൾ തന്നെ ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലൂ B1 B2 B3 എന്ന് ജസ്റ്റ് ഒരു കളർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഫോൾഡറിൻ്റെ അകത്ത് ബ്ലൂ എന്ന് പറഞ്ഞ ഫോൾഡറത്ത് B1 B2 B3, ഗ്രീൻ എന്നുള്ള ഫോൾഡറത്ത് G1 G2 G3, റെഡ് എന്ന് പറയുന്ന ഫോൾഡറത്ത് R1 R2 R3 അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്നത് സ്ട്രോക്കാണ്. സ്ട്രോക്കിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യണത്. ഇത് നേരത്തെ നമ്മൾ
ഫില്ലിലാണ് നമ്മൾ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രോക്കിൽ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ ഇത് 4 ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുക. ഇവിടെ ഞാൻ വന്നിട്ട് സ്ട്രോക്ക് /R1 കൊടുക്കുകയാണ്. ക്രിയേറ്റ് സ്റ്റൈലായി. അടുത്ത് തിരിച്ച് വന്നിട്ട് അടുത്ത റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നു. പഴയതുപോലെ R2 കൊടുക്കുന്നു. അടുത്തത് സെലക്ട് ചെയ്യുന്നു, R3 കൊടുക്കുന്നു, ക്രിയേറ്റ് സ്റ്റൈൽ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടില്ലേ, സ്ട്രോക്കിൻ്റെ അകത്ത് R1, R2, R3 എന്ന് പറയുന്ന 3 സ്ട്രോക്ക് കളർ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കളർ സ്റ്റൈൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? ഒരു റെക്റ്റാങ്കിൾ എടുക്കുക, ജസ്റ്റ് ഡ്രോ ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്യുക, സ്ട്രോക്കിൽ വരിക. ഇവിടെ ലൈബ്രറീസ് കാണും, ഇവിടെ പോയിട്ട് ക്ലിക്ക് കൊടുത്താൽ മതി. ആ സ്ട്രോക്കിൽ ആ കളർ ഇവിടെ കണ്ടില്ലേ, അപ്ലൈ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സ്ട്രോക്ക് കളർ. ഇതാണ് നമ്മൾ കളർ സ്റ്റൈൽസിൻ്റെ ഒരു ബേസിക്. അപ്പോൾ ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഇതിലും അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു പുതിയ ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം സ്ട്രോക്ക് വരയ്ക്കുക. അതിനുശേഷം ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ശേഷം സ്ട്രോക്ക് മാത്രമായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ അതിനെ കളർ സ്റ്റൈലാക്കി ക്രിയേറ്റ് ചെയ്യുക.